നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്രോമോസോമൽ തിയറിയാണ്. ജനറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? ഇത് നമ്മൾ ക്രോമോസോംസിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഈ ഒരു തിയറിയിലാണ്. മെൻഡൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലേ? ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് 1856 സ്റ്റാർട്ട് ചെയ്തിട്ട് 1863 വരെയുള്ള ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ലോകം അറിഞ്ഞില്ല. വൈ ഡിഡ് മെൻഡൽസ് വർക്ക് റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്? എന്തുകൊണ്ട് ഇതാരും തിരിച്ചറിയാതെ പോയി? ഇന്നാണെങ്കിൽ നമ്മളൊരു കണ്ടുപിടുത്തം നടത്തിയാൽ അത് എവിടെയൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നമുക്ക് അല്ലേ ഒരു പോസ്റ്റ് അല്ലെ, നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു ഫോട്ടോ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ വഴിയൊക്കെ ന്യൂസ് പേപ്പർ വഴി ഈ കാര്യം പടർന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾക്ക് വാർത്തകളൊക്കെ സഞ്ചരിക്കുന്നത് നമുക്കറിയാം. സത്യമായിക്കോട്ടെ ഇത് കള്ളമായിക്കോട്ടെ വാർത്തകളൊക്കെ സഞ്ചരിക്കുന്ന വഴി നമുക്കറിയാം. ഒരു ചെറിയൊരു കാര്യം കിട്ടുമ്പോഴേക്ക് നമുക്ക് ഒറ്റ ഒരു മണിക്കൂറിനുള്ളിൽ ലോകം മൊത്തം അറിയിക്കാനുള്ള സംവിധാനം ഇന്ന് നമുക്കുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം മെൻ്റൽ ചെയ്തിട്ട് അത് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു മറ്റുള്ളവർക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് മെൻ്റലിൻ്റെ വർക്ക് അൺറെക്കഗ്നൈസ് ആയത്, തിരിച്ചറിയപ്പെടാതെ പോയത്? എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്? കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി. ശരിയല്ലേ? അക്കാലത്ത് നമ്മൾ 2000 ആകുമ്പോഴേക്കാണ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തത്. 18 ആണ്, 1850-60 ആ ടൈമിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അന്ന് എന്താ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെല്ലാം അറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ദൂരമാണെങ്കിൽ പോസ്റ്റ് ലെറ്റർ വഴി എങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഹിസ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് വാസ് ന്യൂ ആൻഡ് അൺആക്സെപ്റ്റബിൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പാഠം തുടങ്ങുമ്പോൾ, ഈ ബയോളജി മാത്സ് ഒന്നിച്ച് പോകില്ല അല്ലെ? റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നു 3:1 റേഷ്യോ. 1000 ഓസ്പ്രിങ്സ് ചെയ്യുമ്പോൾ 750 250 ആണ് നമ്മുടെ മാത്തമാറ്റിക്കലിയുള്ള റേഷ്യോ 3:1. ഇനി 749ഉം 251 വന്നാലോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3:1 നമുക്ക് പറയാം. അല്ലാതെ എന്ത് പറയാൻ പറ്റില്ല, ഒരു എക്സാക്റ്റ് റേഷ്യോ അല്ലല്ലോ. അതെ, ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ബയോളജിയിൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവന്നത് പല ആൾക്കാർക്കും ആക്സെപ്റ്റ് ആയില്ല. ഒന്ന് ന്യൂ ആണ്, പുതിയത് ചെയ്യുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും കുറ്റം പറയും. മറ്റൊന്ന് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയും ആൾക്കാർക്ക് പറ്റിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണക്കാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോൾ പ്ലാന്റിനെ ഡ്വാർഫായിട്ട് ക്രോസ് ചെയ്തു, ഓസ്പ്രിങ്സിന് എന്ത് കിട്ടി? ടോള് കിട്ടി. ഓക്കെ, പിന്നെ വീണ്ടും ആ പറഞ്ഞ F1 ചെയ്യുമ്പോൾ F2 3:1 കിട്ടി. പക്ഷെ ഇതൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ ചെയ്തില്ലേ? അപ്പോൾ അതിൽ റേഷ്യോസും ഈ പറയുന്ന ചില സെറ്റപ്പ് മറ്റുള്ളവർക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്തില്ല, ദഹിച്ചില്ല. അതുകൊണ്ട് ഹിസ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് വാസ് ന്യൂ ആൻഡ് അൺആക്സെപ്റ്റബിൾ. The concept of genes are stable and discrete unit could not explain the continuous variation. മെൻ്റൽ അവസാനിപ്പിച്ചത് എങ്ങനെ? മെൻ്റലിൻ്റെ തിയറീസ് സം ഫാക്ടേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിംഗ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ദ കൺസെപ്റ്റ് ഓഫ് ജീൻസ് ഓർ ഫാക്ടേഴ്സ് ആ സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് വേരിയേഷൻ. എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ഉണ്ടാവുന്നത്? ഒക്കെ ഈ ഫാക്ടേഴ്സ്, മെൻ്റൽ വിളിച്ച പേര് ഫാക്ടേഴ്സ്, പിന്നീട് ജീൻസ് ആണെന്ന് അറിയപ്പെട്ടു. പക്ഷേ ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് വേരിയേഷന് കാരണമാവുന്നതെന്നും അന്ന് എന്തില്ല, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ടും ഒരു പ്രോബ്ലം ആയിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയോ ഹി കുഡ് നോട്ട് ഗീവ് എനി ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. ഈ ജീൻ ഉണ്ട് അല്ലെങ്കിൽ ക്രോമോസോം ഉണ്ട് എന്നൊക്കെ ഉള്ളതിന് വ്യക്തമായിട്ടൊരു പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് മെൻ്റലിൻ്റെ വർക്ക് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാതെ തിരിച്ചറിയാൻ വൈകിയത്. അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ, മെൻ്റലിൻ്റെ വേർഡ്സ് എന്തായിരുന്നു? മൈ ടൈം വിൽ യെറ്റ് കം, എൻ്റെ സമയം ഇനി വരും അല്ലേ? അതായത് അദ്ദേഹത്തിന് അറിയായിരുന്നു ഇത് ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന. ആലോചിച്ച് നോക്കിയേ, ഇന്നും നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണിത്. ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ മെൻ്റലാണ്. ഇപ്പോൾ എക്സാക്റ്റ് പറഞ്ഞാൽ 200 ഇയേഴ്സ് ആയി. അദ്ദേഹത്തിൻ്റെ 1822 ജനിച്ചത്. ഏകദേശം 198 ഇയേഴ്സ് ആയി അദ്ദേഹത്തിൻ്റെ ജനനം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം നമ്മൾ 150 ഇയേഴ്സ് വേണമെന്ന് പറയാം. അത്രയും പഴക്കമുണ്ട് അതിന്. അദ്ദേഹത്തിന് അറിയായിരുന്നു അയാളുടെ കണ്ടുപിടുത്തം ലോകം മൊത്തം ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം, പക്ഷേ സമയമായില്ല. ഓക്കെ, ഇൻ 1900 ഡിവ്രീസ്, കോറൻസ് ആൻഡ് ഷമാക് ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്കവേർഡ് മെൻ്റൽസ് റിസൾട്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക,
1863 മെന്റൽ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ തിയറി ഒരുപാട് വർഷങ്ങൾ ആരും അംഗീകരിച്ചില്ല. 1900 അതായത് ഏകദേശം 37 ഇയേഴ്സിന് ശേഷം, മെന്റലിന്റെ ഡിസ്കവറിക്ക് ശേഷം 37 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് 3 വ്യത്യസ്ത ആൾക്കാർ ഇൻഡിപെൻഡന്റ്ലി അവരെന്ത് ചെയ്തു, ഇത് ഇവർ ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി ഉണ്ട്, പരീക്ഷണം നടത്തുന്നെങ്കിലും അത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞപ്പോഴാണ് 1900. ആരൊക്കെയാണ്? നമ്മൾ ഹ്യൂഗോ ഡിവ്രീസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഡിവ്രീസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാക്. അപ്പോൾ ഹ്യൂഗോ ഡിവ്രീസ് അല്ലെങ്കിൽ ഡിവ്രീസ്, കോറൻസ് ആൻഡ് ഷെർമാക് ഇൻഡിപെൻഡന്റ്ലി ഡിസ്കവേർഡ് മെന്റൽ. അപ്പോൾ മെന്റലിന്റെ തിയറി ഇൻഡിപെൻഡന്റ്ലി ഇവരെ ഡിസ്കവർ ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി എന്താണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് നോക്കാം. പ്രൊപ്പോസ്ഡ് ബൈ വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ 3 പേരുടെ, കോറൻസിന്റെയും ഷെർമാക്കിന്റെയും ഡിവ്രീസിന്റെയും കണ്ടുപിടുത്തോടുകൂടിയിട്ട് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു ജെനറ്റിക്സ്. ഇനി ക്രോമോസോംസിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ആർക്ക്? സട്ടൺ ആൻഡ് ബോവറി. വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറിയാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ DNA നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. DNA എങ്ങനെയാണ് പഠിച്ചത്? വാട്സൺ ക്രിക്ക് മോഡൽ എന്ന് വിളിക്കുന്നില്ലേ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കാണ് ഫുൾ നെയിം. അതേപോലെ ഇവിടെ വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറിയാണ് ഫുൾ നെയിം. അവർ സട്ടൺ ആൻഡ് ബോവർ എന്നറിയപ്പെടുന്നത് അവർ പ്രപ്പോസ് ചെയ്ത തിയറിയുടെ പേരാണ് ക്രോമോസോമൽ തിയറി. They said that the pairing and separation of pair of chromosomes lead to segregation of a pair of factors they carried. ക്രോമോസോംസിന്റെ പെയറിങ്ങും സെപ്പറേഷൻ കാരണമാണ് ഈ മെന്റൽ പറഞ്ഞ ഫാക്ടേഴ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്ന പറഞ്ഞത്. സട്ടൺ യുണൈറ്റഡ് ക്രോമോസോമൽ സെഗ്രിഗേഷൻ വിത്ത് മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൾഡ് ഇറ്റ് ദ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമോസോംസിനെ പറ്റിയുള്ള ഈ പഠനം മെന്റലിന്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു സട്ടൺ. എന്നിട്ട് ഈ തിയറി എന്ത് വിളിച്ചു? ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിച്ചു. അല്ലെ, ക്രോമോസോമൽ തിയറിയാണിത്. എന്തുകൊണ്ടാണ് ക്രോമോസോമൽ തിയറി എന്ന് പറയാൻ കാരണം? മെന്റൽ പറഞ്ഞ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ജീൻസ് ക്രോമോസോമിനകത്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് പിന്നെ ക്രോമോസോമൽ തിയറി എന്ന് വിളിച്ചു. ഇന്ന് നമുക്കൊക്കെ സുപരിചിതമാണ് ക്രോമോസോം എന്ന്, DNA എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആലോചിച്ച് നോക്കുക, 1900 ഒരു 100-120 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻവെൻഷനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു ജെനറ്റിക്സിന്റെ ബേസിക് ആണ് പഠിക്കുന്നത്. ഇതൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് പണ്ടേ മനസ്സിലായെന്നല്ല, അവർ പണ്ട് മനസ്സിലാക്കിയോണ്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സട്ടൺ ആൻഡ് ബോവറി. സെല്ലിനകത്ത് ക്രോമോസോംസ് ഉണ്ടെന്നും ക്രോമോസോംസിന്റെ ആ ഡയഗ്രം നോക്കിയാൽ ക്ലിയർ ആയി കിട്ടും. സെൽസിന്റെ ന്യൂക്ലിയസ് contain chromosomes. Chromosome contain DNA. The segment of DNA is called gene. അവരെന്തൊക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയായിരുന്നു? ക്രോമോസോംസ് ആർ വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി. ക്രോമോസോംസ് എന്ന് പറയുന്നത് പാരമ്പര്യവാഹകർ, വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി. ആൻഡ് 2 ഐഡന്റിക്കൽ ക്രോമോസോംസ് ഫോം എ ഹോമോലോഗസ് പെയർ. ക്രോമോസോംസ് എങ്ങനെയായിരിക്കും? ഹോമോലോഗസ് പെയർ. നമ്മുടെ കേസിൽ എത്ര ക്രോമോസോം ഉണ്ട്? 23 പെയർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ക്രോമോസോംസ് എപ്പോഴും പെയർ ആയിട്ടായിരിക്കുന്നതാണ് ഇവിടെ തിയറി പറയുന്നത്. പിന്നെയോ, ഹോമോലോഗസ് പെയർ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗാമറ്റ് ഫോർമേഷൻ. ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് ഹോമോലോഗസ് പെയർ സെഗ്രിഗേറ്റ് ചെയ്യും. എന്താ സംഭവം? ശരിയല്ലേ? ക്രോമോസോംസ് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത്? 46 ക്രോമോസോംസ് ഉണ്ട്. പക്ഷേ സ്പേമിൽ എത്ര ക്രോമോസോം? 23. ഓവത്തിൽ 23. ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബോട്ടണിയിൽ മിയോസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ക്രോസിംഗ് ഓവർ, അതൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. ആ ഡയഗ്രം ഒക്കെ അത് തന്നെയാണ്. മെറ്റാഫേസ് 1 അല്ലെങ്കിൽ മെറ്റാഫേസ് 2 ഒക്കെ ആകുമ്പോൾ ചേഞ്ചസ് ഒക്കെ നോക്കുക. സെഗ്രിഗേഷൻ ഓഫ് ക്രോമോസോംസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്രോസിംഗ് ഓവർ പഠിച്ച മിയോസിസ് 1 പഠിച്ച കാര്യമുണ്ട്. അതാണ് പഠിക്കുന്നത്. അപ്പോൾ ക്രോമോസോംസ് ആർ ദി വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി. ദേ ഒക്കർ ഇൻ പെയേഴ്സ്, ഹോമോലോഗസ് പെയർ, ആൻഡ് ദേ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗാമറ്റ് ഫോർമേഷൻ. അതേപോലെ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ക്രോമോസോംസ് ഇൻഡിപെൻഡന്റ്ലി സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് ഈ പോയിന്റൊക്കെ നോക്കി നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ പോയിന്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് മെന്റലിന്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ക്രോമോസോമൽ തിയറി പറയുന്നത്. നോക്കിയേ, ജീൻസ് ആർ പ്രസന്റ് ഓൺ ക്രോമോസോംസ്, ഹെൻസ് ദേ ഷോ സിമിലർ ബിഹേവിയർ. ആ ഒരു പോയിന്റ് കൂടി അവർ കണ്ടുപിടിച്ചു. ക്രോമോസോംസിനകത്ത് കാണുന്നതാണ് ജീൻസ്.
മീൻസ് ദേ ഷോ സിമിലർ ബിഹേവിയേഴ്സ്. അതുകൊണ്ട് ജീൻസ് ഒരു ക്രോമോസോം അത്ര ജീൻസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്നും കൂടി കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫാണ് പറയുന്നത്. ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, അതിന്റെ പ്രൂഫാണ് പറയുന്നത്. ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? ടി.എച്ച്. മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ അല്ലെങ്കിൽ ടി.എച്ച്. മോർഗൻ വർക്ക്ഡ് വിത്ത് എ ഫ്രൂട്ട് ഫ്ലൈ to prove chromosomal theory. Chromosomal theory was proposed by Walter Sutton and Theodore Boveri, and it is experimentally proved by Thomas Hunt Morgan. ഇപ്പോൾ വാൾട്ടർ അല്ലെങ്കിൽ എന്താ പറയാം സട്ടൺ ആൻഡ് ബോവറി പ്രപ്പോസ്ഡ് ക്രോമോസോമൽ തിയറി. ടി.എച്ച്. മോർഗൻ വർക്ക്ഡ് ഓൺ ഇറ്റ്. വിച്ച് വാസ് ദ എക്സ്പെരിമെന്റൽ ഓർഗാനിസം? ഫ്രൂട്ട് ഫ്ലൈ. ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴങ്ങളൊക്കെ ചീഞ്ഞു തുടങ്ങുമ്പോൾ വരുന്ന ഫ്ലൈ. സയന്റിഫിക് നെയിം എന്നാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഗ്രിഗർ മെൻഡലിന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം ഏതായിരുന്നു? ഗ്രിഗർ മെൻഡലിന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം ഗാർഡൻ പി. തോമസ് ഹണ്ട് മോർഗന്റേത് ഫ്രൂട്ട് ഫ്ലൈ. സയന്റിഫിക് നെയിമായിട്ട് പറഞ്ഞ ഗ്രിഗർ മെൻഡൽ പൈസം സറ്റൈവം, തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ. എന്തുകൊണ്ടായിരുന്നു ഡ്രോസോഫിലയെ തിരഞ്ഞെടുത്തത് ഈ ടി.എച്ച്. മോർഗൻ? ഡ്രോസോഫില ഈസ് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ജെനറ്റിക് സ്റ്റഡി. ഈ ഡ്രോസോഫിലയെ അറിയപ്പെടുന്നത് സിൻഡ്രല്ല ഓഫ് ജെനറ്റിക്സ് എന്നാണ്. ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് അല്ല പറയുന്നത്. ജെനറ്റിക്സിന്റെ ഓൾമോസ്റ്റ് ഓൾ എക്സ്പെരിമെന്റ്സ് ഡൺ ഇൻ ഡ്രോസോഫില. ഡ്രോസോഫിലയാണ് ജെനറ്റിക്സിന്റെ റാണി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സിൻഡ്രല്ല. ആ വൈറ്റ് ഗൗണൊക്കെ ഇട്ട ഒരു കഥാപാത്രമാണല്ലോ സിൻഡ്രല്ല. ഇവിടെ നമ്മൾ സിൻഡ്രല്ല എന്ന് പറയുന്നത് ആ ഒരു സ്മോൾ വൈറ്റ് ബോഡിയുടെ ആയിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് വരുന്നത്. ജെനറ്റിക്സിൽ ഡ്രോസോഫില ഇല്ലാത്ത കളിയില്ല, കാരണം എല്ലാവരും ഡ്രോസോഫില വേണം. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ നോക്കാം. വൈ ടി.എച്ച്. മോർഗൻ സെലക്ടഡ് ഡ്രോസോഫില ആസ് ആൻ എക്സ്പെരിമെന്റൽ ഓർഗാനിസം? ബിക്കോസ് ദേ ക്യാൻ ഗ്രോ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. സിമ്പിൾ സിന്തറ്റിക് മീഡിയം നമ്മളിപ്പോൾ സാധാരണ റവ അതേപോലെ ശർക്കര, ജാഗറി, ഇതൊക്കെ മിക്സ് ആക്കിയ സൊല്യൂഷനിൽ ഇത് സുഖമായിട്ട് വളരും. പഴങ്ങളല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്? ഡ്രോസോഫില പഴങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലൈ അല്ലേ, കുറച്ച് ഷുഗർ കണ്ടന്റും ബാക്കിയുണ്ടെങ്കിൽ അവിടെ വന്ന് നിന്നോളും. അപ്പം നമുക്ക് ഈസിലി എന്ത് ചെയ്യാം? സിന്തറ്റിക് മീഡിയത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനെ. പിന്നെയോ ഷോർട്ട് ജനറേഷൻ ടൈം. എത്രയേ ഉള്ളൂ ലൈഫ് സൈക്കിള്? 10-14 ദിവസമേ ഉള്ളൂ. അതായത് 14 ഡേയ്സിൽ അവ ജനിച്ച് വളർന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് ചത്തോ. അപ്പോൾ നമ്മൾ ജെനറ്റിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ജെനറ്റിക് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? ജെനറ്റിക്സിനെ പറ്റി പഠിക്കുമ്പോൾ എന്ത് വേണം? ജനറേഷൻസ് വേണം. ഇപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്ങിലെ ജനറേഷൻ ചെയ്ത് നോക്കി. നമ്മുടെ ഗ്രാൻഡ് ഫാദറിൽ ചെയ്തു, അത് നമ്മുടെ പാരൻസിലേക്ക് കിട്ടി, നമുക്ക് കിട്ടി. ഇനി നമ്മുടെ മക്കളിലേക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്ന സമയത്തോ ഗ്രാൻഡ് ഫാദർ വടിയായിട്ടുണ്ടാവും അല്ലേ? അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ജനറേഷൻ സ്റ്റഡി നടത്തണ്ടേ നമുക്കിതിന്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൽ ഒരു സമയത്ത് നോക്കിയാൽ മാക്സിമം 3 or 4 ജനറേഷൻ ഒന്നിച്ച് കിട്ടും. കാരണം എന്താ, നമ്മുടെ ലൈഫ് ടൈം 70-75 ഇയേഴ്സ് ഒക്കെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്ങിൽ ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലൈഫ് സ്പാൻ കൂടി ഓർഗാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താ? പ്രാക്ടിക്കൽ ചെയ്താൽ നെക്സ്റ്റ് ജനറേഷൻ വേണം. അതാണല്ലോ സ്റ്റഡി ഓഫ് ജീൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ ഓരോ ജനറേഷൻസ് നോക്കിയാണ് ഈ കാര്യങ്ങൾ അനുമാനിക്കുന്നതും അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്നതും. അപ്പോൾ ജനറേഷൻ ടൈം കുറവായിരിക്കണം. ഈസിലി ഗ്രോ ചെയ്യാൻ പറ്റുന്നത് ഡ്രോസോഫില 12-14 ഡേയ്സ് മാത്രമാണ് ജനറേഷൻ ടൈം ഉണ്ടാവുന്നത്. ബ്രീഡിംഗ് ക്യാൻ ബി ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. അത് ത്രൂ ഔട്ട് ദ ഇയർ മുട്ടവിടും. ബ്രീഡിംഗ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൺഡ്രഡ്സ് ഓഫ് പ്രോജനീസ് പെർ മീറ്റിംഗ്. ഓരോ പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എത്ര ഉണ്ടാവും? ഹൺഡ്രഡ്സ് ഓഫ് ഓസ്പ്രിങ്സ്. പ്രോജനി മീൻസ് ഓസ്പ്രിങ് ആണ്. 1-2 ഒന്നുമല്ല, ഹൺഡ്രഡ്സ് ഓസ്പ്രിങ് കിട്ടും. ഹൺഡ്രഡ്സ് ഓഫ് ഓസ്പ്രിങ് കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂലേ? 3:1 ഒക്കെ. ഹൺഡ്രഡ്സിൽ നോക്കിയിട്ട് ഓൾമോസ്റ്റ് എത്രയുണ്ട് നമ്പർ നോക്കും. പിന്നെയോ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. അത് നോക്കിയിട്ട് എങ്ങനെ പറ്റും? എളുപ്പത്തിൽ മെയിലും ഫീമെയിലും നോക്കാൻ വേണ്ടി പറ്റും. മെയിൽ സ്മോളും ഫീമെയിൽ ലാർജും ആയിരിക്കും. മെയിൽ ഈസ് സ്മോളർ ദാൻ ഫീമെയിൽ. ഇറ്റ് ഹാസ് മെനി ടൈപ്പ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻ ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. അതായത് കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആ ഡയഗ്രം നോക്കിയേ, ഇതെല്ലാം ഡ്രോസോഫിലയാണ്. പക്ഷെ കണ്ട എളുപ്പത്തിൽ അറിയുന്നില്ലേ? അതിപ്പോൾ വൈറ്റ് ബോഡി ഉണ്ട്,
യെല്ലോ ബോഡി ഉണ്ട്, വൈറ്റ് ഐഡ് ഉണ്ട്, കേളി വിങ്സ് ഉണ്ട്. ഹയർ ലെവലിലേക്ക് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നടത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഈ റീസൺസ് ആണ്, ഈ ഒരു 6 റീസൺസ് കൊണ്ടാണ് ഡ്രോസോഫില ഈസ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ജനറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. 1 വേർഡ് ടൈപ്പ് ഡെഫിനേഷൻ വരുന്ന ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ലിങ്കേജ്? ഇറ്റ് ഇസ് എ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഇൻ എ ക്രോമോസോം. ഒരേ ക്രോമോസോമിൽ 2 അതിൽ കൂടുതൽ ജീൻസ് ഉണ്ടാവുന്നതിനാണ് വിളിക്കുന്നത് ലിങ്കേജ്. ജീൻസ് കുറേ ഉണ്ടാവും ഒരു ക്രോമോസോമിൽ, പക്ഷേ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ എ ക്രോമോസോം. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡന്റ് സെഗ്രിഗേറ്റ് ചെയ്യണം. ഇത് ഒന്നിച്ച് കാണുന്നതുകൊണ്ട് എന്തുണ്ടാവില്ല, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എത്തില്ല. പക്ഷേ ലിങ്കേജ് എന്നൊരു പ്രോസസ് ഉണ്ട്. ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ എ ക്രോമോസോം ഈസ് കോൾഡ് ഡാഷ് linkage. What is recombination? It is the generation of non-parental gene combination. Non-parental gene combination. പാരൻസ് ഇല്ലാത്ത ജീനിന്റെ കോമ്പിനേഷൻ ആണ് റീകോമ്പിനേഷൻ. ഒരു പുതിയ ക്യാരക്ടർ വരുന്നതാണ് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ occurs due to independent assortment or crossing over. നമ്മൾ പറഞ്ഞില്ലേ ക്രോസിംഗ് ഓവർ പഠിച്ചിട്ടുണ്ട് ബോർഡിന്. ക്രോസിംഗ് ഓവർ എന്താ സംഭവം? 2 ഡിഫറെന്റ് ക്രോമസോംസ് ജോയിൻ ചെയ്യുമ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യും. റീകോമ്പിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ലിങ്കേജും റീകോമ്പിനേഷൻ അറിയാൻ വേണ്ടിയിട്ട് മോർഗൻ എന്ത് ചെയ്തു? ഡ്രോസോഫിലയിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യുകയുണ്ടായി. ഓക്കെ, ആദ്യം യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലുമായിട്ടും, സെക്കൻഡ് ക്രോസ് എന്തായിരുന്നു? വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഇൻറ്റു റെഡ് ഐഡ് ലാർജ് വിങ്ഡ്. അങ്ങനെ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് എന്താ അതിൻ്റെ ഫൈൻഡിങ്സ്? ആ ക്രോസാണ് ലെഫ്റ്റ് സൈഡ് ഡയഗ്രത്തിൽ പറഞ്ഞത്. ദ 2 genes did not segregate independently and the F2 ratio deviated from 9:3:3:1. മെന്റലിന്റെ 9:3:3:1 എന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി റേഷ്യോ. എന്നിട്ടോ ജീൻസ് വർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമോസോം. എക്സ് ക്രോമോസോമിലാണ് ജീൻസ് കാണപ്പെടുന്നതെന്ന് മോർഗൻ കണ്ടുപിടിച്ചു. When 2 genes were situated on same chromosome, proportion of parental genes combination was much higher than the non-parental type. Linkage chromosomes ജീൻസ് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതുകൊണ്ട് എന്താ പാരന്റൽ ജീൻ കോമ്പിനേഷൻ ഹയർ ആണ് നോൺ പാരന്റിനേക്കാളും. നമ്മളിപ്പോൾ 9:3:3:1 എന്ന് പറഞ്ഞ പോലെയാണ് പാരന്റൽ കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെയോ ജീൻസ് ഓഫ് വൈറ്റ് ഐ ആൻഡ് യെല്ലോ ബോഡി വർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോ 1.3% റീകോമ്പിനേഷൻ. ചെറിയ റീകോമ്പിനേഷനും അതിൽ നടക്കുന്നുണ്ട്. ജീൻസ് ഓഫ് വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ് വർ ലൂസ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോ 37.2%. അതായത് ടൈറ്റ്ലി ലിങ്ക് ചെയ്ത ജീൻസോ 1.3% റീകോമ്പിനേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ 37.2% റീകോമ്പിനേഷൻ കാണിക്കും. അതാണ് ഏറ്റവും ബെറ്റർ, നല്ലത്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻ ഷോ ലോ റീകോമ്പിനേഷൻ, ലൂസ്ലി ലിങ്ക്ഡ് ജീൻ ഷോ ഹൈ റീകോമ്പിനേഷൻ. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ വരുന്നത്. ഇനിയോ Alfred Studwan used the recombination frequency between gene pairs for measuring distance between genes and mapped their position on the chromosome. Genetic maps are used as a starting point in the sequence of genomes. അതായത് ആൽഫ്രഡ് സ്റ്റുഡ്വാണ്ട് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ജീൻ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആ ജീൻ മാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് അത് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്? നിങ്ങൾക്ക് അറിയാം. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവണമല്ലോ, 10th പഠിക്കാനുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് റീകോമ്പിനേഷൻ അവർ പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിൽ നമ്മൾ എന്ത് പഠിച്ചു? ക്രോമോസോമൽ തിയറിയാണ് പഠിച്ചത്. മെന്റലിന്റെ തിയറീസ് എന്തുകൊണ്ട് അൺആക്സെപ്റ്റബിൾ ആയിരുന്നു, അൺറെക്കഗ്നൈസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ക്രോമോസോമൽ തിയറി, സട്ടൻ ബോവറുടെ ക്രോമോസോമൽ തിയറി TH മോർഗൻ ഡ്രോസോഫിലയിൽ ചെയ്തു. അതേപോലെ തന്നെ ലിങ്കേജ് എന്താണ്, റീകോമ്പിനേഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.